സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള തികഞ്ഞ ഒരു നേതാവ് ആത്മീയതയും ഭൗതികതയും കൈമുതലാക്കിക്കൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും കൽപ്പനകളെ 100% പിൻപറ്റിക്കൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള ഒരു തികഞ്ഞ നേതാവിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിന് സംരക്ഷണം കൊടുത്തപ്പോ ഈജിപ്തിനെ കീഴടക്കുന്നതിന് വേണ്ടി ബ്രിട്ടനിൽ നിന്നും ചില ആലോചനകൾ നടന്നു. അന്ന് വിക്ടോറിയ സഭയിൽ കോമൺസ് എന്നു പേരുള്ള ഒരു രാജ്യതന്ത്രജ്ഞൻ വിശുദ്ധ ഖുർആനെ എടുത്ത് ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ ഒരു സാധനം ഈജിപ്തുകാരുടെ കയ്യിലുള്ളിടത്തോളം കാലം ഈജിപ്തിന്റെ മണ്ണിൽ കാലുകുത്താമെന്ന് ആരും സ്വപ്നം കാണല്ലേ, ദയവ് ചെയ്ത് കാണല്ലേ. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അത് അബദ്ധജടിലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്നും ഒരു കൂട്ടക്കുരുതിക്ക് വേണ്ടി നമ്മളുടെ സമൂഹത്തിന്റെ ഒരു കൂട്ടക്കുരുതിക്ക് മാത്രം നമ്മൾ മനഃപൂർവ്വം സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിഡ്ഢിത്ത ചിന്താഗതിയുമായിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് കോമൺ സംസാരിച്ചതോടുകൂടി ആ ഒരു ചർച്ച അവിടെ അവസാനിച്ചു. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ 100% അവിടെയുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കായിരുന്നു. എന്താ പ്രശ്നം? സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനെ ഹദീസിനെ മുൻനിർത്തിയിട്ടാണ് ഈജിപ്തിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട, വേറെ എന്തെങ്കിലും ആലോചിച്ചു. ഈജിപ്ത് ആരും സ്വപ്നം കാണണ്ട. ആ കോമൺസ് അന്ന് പറഞ്ഞ അതേ അഭിപ്രായം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആശയപരമായിട്ടുള്ള ചർച്ചകളിലേക്കോ സംഘടനകളിലേക്കോ ഒന്നും ഇന്ന് ശത്രുക്കൾ പോകാതെ മനുഷ്യക്കുരുതിയിലേക്കും നാടുകടത്തൽ എന്നുള്ള പരിപാടിയിലേക്കും അവരുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ദണ്ണം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുതിയ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും മുസ്ലിം ലോകം അത് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്നും പലപ്പോഴും പല ഫിലോസഫികളുടെയും പല അന്ധമായ കാഴ്ചപ്പാടിന്റെയും പിന്നാലെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ ഈ ഒരു 18ാമത്തെ ആയത്ത് പോലും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് കഴിയുന്നില്ല. അതിന്റെ അപജയങ്ങളാണ് ഓരോരോ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.